കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ആ ചൊല്ല് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവൃത്തി കറക്റ്റ് അതുപോലെ തന്നെയാണ്. എന്താണെന്നറിയോ? വിഗ്രഹാരാധനയ്ക്കും വിശ്വാസത്തിനും അതേപോലെ ആൾ ദൈവങ്ങൾക്കും എതിരെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഇന്ന് വിശ്വാസികളെക്കാൾ വിശ്വാസവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം സഖാക്കളുടെ ഭക്തി ഉയരും. അപ്പോൾ അവർ അയ്യപ്പ സംഗമവും അതേപോലെ ആൾ ദൈവത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനും അതേപോലെ പല സാമുദായിക നേതാക്കളുടെ പടികളും കയറിയിറങ്ങും. തീർന്നില്ല, ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീതിക്കായി ഇനി ഇതാ പലസ്തീൻ സമ്മേളനവും നടക്കാൻ പോവുകയാണ്. എപ്പോൾ നടക്കുമെന്നറിയില്ല. പലസ്തീൻ സംഘവും നടക്കാൻ പോവുകയാണ്. വിഗ്രഹാരാധനയ്ക്കും ആൾ ദൈവത്തിനും എതിരായി പ്രസംഗിച്ച ഇവർ അല്ലെങ്കിൽ പ്രവർത്തിച്ച ഇവർ എന്തിനാണ് സജി ചെറിയാൻ അമൃതാന മന്ത്രിയെ ആദരിക്കാനും ചുംബിക്കാനും പോയതുകൊണ്ടല്ലേ വിവാദമായത്? ഇതാണ് പറയുന്നത്. പാർട്ടി ഒരു വഴിക്ക്, മന്ത്രിമാർ വേറൊരു വഴിക്ക്, ചില നേതാക്കന്മാർ അവരുടെ വഴിക്ക്. ഇതിന് ഉദാഹരണമാണ് സ്വരാജ്. പുള്ളി എപ്പോഴും ആ പഴയ സ്റ്റാൻഡിൽ തന്നെയാണ്. അതായത് ഗണപതി വിത്താണെന്നും അയ്യപ്പന്റെ കല്യാണം നടത്തിയെന്നും ഇപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം കൂടി ചേർന്നിരിക്കുകയാണ്. അതായത് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി പേഷ്യന്റ് ഗണപതി ഭഗവാൻ ആണെന്നാണ് ഇപ്പോൾ പുള്ളിയുടെ വാദം. എന്തു ആയിക്കൊള്ളട്ടെ, 2018-19 കാലഘട്ടത്തിൽ പുള്ളിയുടെ കൂടെ കുറച്ച് ആളുകളൊക്കെ നിന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ പുള്ളിനെ മാത്രം എല്ലാവരും അങ്ങ് തള്ളി പറഞ്ഞു. ബാക്കി എല്ലാവരും ഇപ്പൊ ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. പാവം സ്വരാജിന് മാത്രം ഇപ്പോഴും ആ ഒരു സ്പേസ് കിട്ടാത്തതുകൊണ്ടാണോ ഇനി ആരും കയറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പുള്ളി മാത്രം ഇപ്പൊ എന്താണെങ്കിൽ അതിൽ നിൽക്കുന്നില്ല. അതാണ് പറഞ്ഞത്, പാർട്ടി വേറൊരു വഴിക്ക്, സ്വരാജ് വേറൊരു വഴിക്ക്. ചിലപ്പോൾ പാർട്ടിയുടെ പുതിയ അജണ്ട, അതായത് ആൾദൈവങ്ങളെ വിശ്വാസങ്ങളെയൊക്കെ പൂവിട്ട് പൂജിക്കുന്ന നമ്മുടെ പിണറായി സ്വാമിയും സജി ചെറിയാൻ സ്വാമിയും വാസവൻ സ്വാമിനെ ഒന്നും ചിലപ്പോൾ സ്വരാജ് അറിഞ്ഞു കാണില്ലായിരിക്കും അല്ലെ? സ്വരാജിനല്ലേ അറിയാത്തേ ഉള്ളൂ, നമുക്കറിയാമല്ലോ. രാഷ്ട്രീയക്കാര് കൂറുമാറുന്നവര്, നിന്ന് നിന്നിട്ട് കാല് മാറുന്നവര്, ഓതിരെ പോലെ ലജ്ജിരിക്കുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇലക്ഷനാണ്. ഇങ്ങനത്തെ പല കോമാളിത്തരവും പല പ്രദർശനവും കാണിക്കും. ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ പലരും പറയും. വീഴരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.